ഇവിടെ ശ്രീ പ്രേംകുമാർ MLA പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് അങ്ങ് മറുപടി പറയണം. അതിനുശേഷം എനിക്ക് മറ്റതിഥികളിലേക്ക് പോകണം. ഒന്ന്, സേവ്യർ ചിറ്റിലപ്പള്ളി തുടങ്ങിയത് തന്നെ എങ്ങനെയായിരുന്നു എന്ന് അങ്ങേക്കറിയാമല്ലോ. അങ്ങ് നിയമസഭാ സമ്മേളനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 2023 ഓഗസ്റ്റ് 7 മുതൽ സഭയുടെ 9ാം സമ്മേളനം എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. അങ്ങനെ 2025 ജനുവരി 17 മുതലുള്ള 13ാം സമ്മേളനം വരെയുള്ള കണക്കുകൾ അദ്ദേഹം നിരത്തിയിട്ടാണ് പറയുന്നത് 2.5 വർഷം കഴിഞ്ഞ് ഈ വിഷയം നിങ്ങൾ ഉന്നയിക്കുന്നുവെന്ന്. അത് എന്തുകൊണ്ട്? കടകംപള്ളി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ഗൗരവം അത്രയ്ക്ക് ചുരുക്കി കണ്ടിട്ടുള്ളൂ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണോ ഇത്? ഒന്നാമത്തെ ശ്രീ പ്രേംകുമാറിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി. അതായത് 2003 ഏപ്രിൽ 6 മുതൽ ആ സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോയ രാത്രി ഞാൻ അതുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ ഇടപെട്ട ഒരാളാണ്. പിറ്റേ ദിവസം രാവിലെ ആശുപത്രിയിൽ പോയ ഒരാളാണ്. ആ കേസ് നടത്തിയ PK ശ്യാംകുമാർ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റുമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് വർഗീസ് ചൊവ്വന്നൂരും നിതീഷ് കുമാറും പ്രസാദും ഒക്കെ നടത്തിയ ഓരോ ഘട്ടങ്ങൾ അതൊക്കെ ഞാൻ നേരിട്ട് പങ്കാളികളായതും ബന്ധപ്പെട്ടതുമായ വിഷയങ്ങളാണ്. അപ്പം ഞങ്ങൾ ഈ വിഷയത്തിൽ ആദ്യം നടത്തിയ വിഷയം എന്താണ്? ഞങ്ങൾ ഈ വിഷയത്തിൽ ആദ്യം ഞങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം പ്രധാനപ്പെട്ട ഇന്നത്തെ അന്തരീക്ഷമായിരുന്നില്ല വേണോ അതിനകത്തുണ്ടായിരുന്നു. അന്ന് പിറ്റേ ദിവസം ഏപ്രിൽ 7 തീയതി ഇറങ്ങിയ പത്രങ്ങൾ, ആ പത്രങ്ങൾ മുഴുവൻ എന്താണ്? മദ്യപിച്ച് വഴക്കുണ്ടാക്കിയ ഒരു യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന് പറഞ്ഞുള്ള വാർത്തയാണ് അന്ന് രാവിലത്തെ പത്രങ്ങൾ മുഴുവൻ വരുന്നത്. ഞാൻ വായിക്കുന്ന പത്രങ്ങളാണെങ്കിലും ചാനലുകളാണെങ്കിലും ഒക്കെ എല്ലാ ചാനലുകളും മദ്യപിച്ച് പോലീസിനെ ആക്രമിച്ച യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന് പറഞ്ഞ വാർത്തയാണ് വരുന്നത്. അതിനുശേഷമാണ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നത്. ആ ഹാജരാക്കാൻ കൊണ്ടുപോയതിന് ശേഷം ഞങ്ങൾ അത് മെഡിക്കൽ കോളേജിലേക്ക് പോയതും മറ്റു തുടങ്ങിയ വിഷയങ്ങളൊക്കെ അത് മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ജാമ്യം കൊടുത്ത് വിടുന്നൊരു സാഹചര്യം ഉണ്ടായി. അന്ന് തുടങ്ങിയ ഞങ്ങൾ നടത്തിയ നിയമപരമായ പോരാട്ടങ്ങൾ, ഞങ്ങൾ നടത്തിയ രാഷ്ട്രീയപരമായ പോരാട്ടങ്ങൾ, കുന്നംകുളം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. എൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഞാനാണ് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. AM നിതീഷ് എന്ന അന്നത്തെ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റാണ് തിരുവനന്തപുരത്ത് ഷാഫിയെ കണ്ട് അന്ന് മുഖ്യമന്ത്രി നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല, ഞങ്ങൾ നേരിട്ട് അവിടെ പരാതി കൊടുക്കുന്നു. അപ്പോഴും എന്നോട് ഞാൻ സുജിത്തിനെ പോയി കാണുമ്പോൾ എനിക്ക് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് എപ്പോൾ? മുഖ്യമന്ത്രിക്ക് നിതീഷ് കുമാർ ആ ഷാഫിയും കൂടി പോയിട്ടാണ്. നേരിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല, മുഖ്യമന്ത്രി ഓഫീസിൽ കൊടുത്താണ് നിതീഷ് പോയത്. എപ്പോൾ? ആ അടി നടന്ന ഏതാണ് 1-2 ആഴ്ചക്കകത്ത് ഏപ്രിൽ മാസത്തിൽ കൊടുത്തിട്ടുണ്ട്. ഏപ്രിലോ മെയ് മാസത്തിലോ നേരിട്ട് പോയിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നിതീഷാണ് കൊടുത്തത്. ഞാൻ അറിഞ്ഞൊരു കാര്യം വസ്തുതാവിരുദ്ധമാണെങ്കിൽ അന്തരീക്ഷത്തിൽ പ്രചരിക്കുന്നതുമാണ്, അങ്ങേക്കും അത് അറിയുന്നതുമായിരിക്കും. അതൊക്കെ മുന്നേ വെച്ചുകൊണ്ട് പ്രേംകുമാർ സൂചിപ്പിക്കുന്നതിൽ ഉണ്ട് താനും, സേവ്യർ ചിറ്റിലപ്പള്ളി സൂചിപ്പിക്കുന്നതിലൊക്കെ ഉണ്ട് താനും. ഷാഫിയോടക്കം ഇത് സഭയിൽ ഉന്നയിക്കാൻ പറഞ്ഞു. പക്ഷേ നിങ്ങൾക്കതിൻ്റെ ഗൗരവം മനസ്സിലായില്ല. നിങ്ങൾക്കെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ശ്രീ അനിലക്കരയ്ക്കല്ല, ശ്രീ ഷാഫിക്കടക്കം അതിൻ്റെ ഗൗരവം ആ ഘട്ടത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നത് ശരിയാണോ? അല്ല, ഷാഫി കൂടെ ഉൾപ്പെട്ടുകൊണ്ടാണ്, ഷാഫിയെ കണ്ടിട്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ സഭയിൽ ഉന്നയിക്കുന്നതിന്റെ കാര്യമാണ് ചോദിച്ചത്. അതാണ് കടകംപള്ളി ചോദിച്ചത്. ഒരു സബ്മിഷൻ പറയട്ടെ. അല്ല, ഞാനൊന്ന് പറയട്ടെ. ഈ കേസിൽ ഇടപെട്ട വർഗീസിനോ എനിക്കോ ഇതിന്റെ ഒരു ഗൗരവം എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണോ ഷാഫിക്ക് മനസ്സിലാവേണ്ട കാര്യം? ഞാൻ നിയമസഭാംഗമായിരുന്ന ഒരാളല്ലേ, എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ പോലീസിന്റെ മർദ്ദനം കിട്ടിയ ഒരാളല്ലേ. എനിക്ക് സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല, വർഗീസിന് മനസ്സിലായില്ല. ഞങ്ങൾ സുധീഷിന്റെ ഒരാൾ അയാളുടെ കർണപടം പൊട്ടിച്ചു പോലീസ് മർദ്ദനത്തിൽ, എനിക്ക് ചെവി കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ ആഘാതം അങ്ങേക്ക് മനസ്സിലായില്ലെന്ന് വെച്ചാൽ